വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്നനാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പുതിയ വത്സരത്തിൽ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപം, വഴിക്ക് പ്രകാശവുമായി, കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഫലപ്രദമായി തീരുവാൻ തക്കോണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഷളത്വവും മ്ലേച്ഛതയും വഴുവഴുപ്പുമുള്ള ഈ ലോക ജീവിതയാത്രയിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് കർത്താവെ മാർഗദർശിയായി ഞങ്ങളെ വഴി നടത്തണമേ. വചനം ഘോഷിപ്പാൻ ബലഹീന നടീനെയും കേൾക്കുന്ന മക്കളെയും കർത്താവെ കേൾക്കുന്ന വചനം അവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് തന്നെ അങ്ങ് നയിച്ച് കർത്താവ് നിൻ്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രസക്തിയും പ്രാധാന്യവും എത്രത്തോളം ഉണ്ട് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ദൈവവചനം നാം അനുദിനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ആവശ്യകത എത്ര വലുതാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. 119-ാം സങ്കീർത്തനം 105-ാമത്തെ തിരുവചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. ജീവിതയാത്രയിൽ നമ്മെ നയിക്കുവാൻ, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ശരി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമ്മെ സ്വാധീനിക്കണം എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം വിജയകരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ അവസാനം എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വ്യക്തിക്ക് പ്രാഗൽഭ്യം ഉണ്ട് എന്നതിനനുസരിച്ചാണ്. ഒരുപക്ഷെ ജീവിതയാത്രയിൽ അനേക കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാകാം. ദൈവനാമത്തിൽ പല കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വ്യക്തിയാകാം. പക്ഷേ ജീവിത അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ആത്മാവ് എടുക്കപ്പെടുമ്പോൾ എത്രത്തോളം പ്രാഗൽഭ്യത്തോടു കൂടി അവന് പോകുവാൻ കഴിയുമെന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. നാം വലിയ കാര്യങ്ങൾ ഈ ജീവിതയാത്രയിൽ ചെയ്തിട്ട് അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആത്മാവ് എത്തുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതയാത്ര വിജയമല്ല, ഒരു പരാജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഈ തിരുവചനം നാം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, പൂർവ്വപിതാക്കന്മാർ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് എങ്ങനെ മുമ്പോട്ട് പോയി, അല്ലെങ്കിൽ ദൈവശബ്ദത്തെ അനുസരിച്ച് എങ്ങനെ മുമ്പോട്ട് പോയി, എങ്ങനെ അവർ അനുഗ്രഹമായ അവരുടെ ജീവിതം പൂർത്തീകരിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, യോശുവയെക്കുറിച്ച്, യോശുവയുടെ ജീവിതയാത്രയിൽ മോശ എന്ന ദൈവപുരുഷൻ്റെ പിൻഗാമിയായി വിളിക്കപ്പെട്ട യോശുവ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന വചനമാണ്: എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എന്നിട്ടാണ് തുടർന്ന് പറയുന്നത്, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ജീവിത യാത്രയിൽ മുഴുവൻ സമയവും, രാവും പകലും എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും അവൻ ഉണർന്നിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം
ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ പറയുകയാണ്, എന്നാൽ നിൻ്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതും അഭിവൃദ്ധി ഉണ്ടാകുന്നതും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ, ദൈവവചനം ജീവിതത്തിൽ അനുസ്യൂതം അവൻ അനുസരിച്ച് ആ വചനത്തിൽ ആശ്രയിച്ച് അവൻ മുമ്പോട്ട് പോകുമ്പോഴാണ് എന്ന് യോശുവയോട് പറഞ്ഞ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യോശുവയുടെ ജീവിതത്തിൻ്റെ അവസാനം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ തിരുവചനം, യഹോവയെ ആരാധിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ നിങ്ങൾ ആരാധിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ ആരാധിക്കും. അപ്പോൾ യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ ആരാധിക്കും. ഇത് യോശുവ പറയുന്നത് എപ്പോഴാണ്? തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ. നാം അത് 23-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നുണ്ട്, യോശുവയുടെ അന്ത്യ സന്ദേശം. അപ്പോൾ ഈ ലോക ജീവിതയാത്രയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ ആരാധിക്കും. ഇത് നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, തുടർന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ യോശുവ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബമോ എന്ന് പറയുമ്പോൾ അതുവരെ യോശുവ ദൈവത്തെ തന്നെയായിരുന്നു ആരാധിച്ചിരുന്നത്. എന്നാൽ താൻ ആരാധിച്ച ദൈവത്തെ തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ കൊച്ചുമക്കൾ, കുടുംബം എന്ന് പറയുമ്പോൾ ഇവരൊക്കെയും അടങ്ങുന്നതാണ് ഒരു കുടുംബം. അവർ ദൈവത്തെ ആരാധിക്കുമെന്ന് ആ കുടുംബനാഥൻ ഈ കുടുംബത്തിന് മൊത്തമായിട്ട് പറയുകയാണ്. ഇത് പറയുവാൻ കഴിഞ്ഞത് ഈ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവം യോശുവയോട് അരുളി ചെയ്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുസരിച്ചതുകൊണ്ടാണ്, അവൻ വിശ്വസിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, 430 വർഷക്കാലത്തെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിച്ച് കനാനിലേക്ക് നയിക്കുകയാണ്. അതിനായി ഒരു വ്യക്തിയെ ദൈവം 40 വർഷം ഒരുക്കി. മോശെ എന്ന ദൈവപുരുഷന് 40 വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ എല്ലാ അഭ്യസനങ്ങളും ലഭിച്ച ഒരു നല്ല യോദ്ധാവായി അവൻ വളർന്നു. ഒരു രാജകുമാരൻ്റേതാകുന്ന എല്ലാ അഭ്യസനവും അവന് ലഭിച്ചു. പിന്നീടുള്ള 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന തൊഴിൽ അവൻ ഏറ്റവും സൗമ്യനായി തീരത്തക്കവണ്ണം അവനെ രൂപപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് ഈ 600,000 വരുന്ന ദൈവത്തെ വാസ്തവമായും ദൈവമായൊരു ബന്ധമില്ലാതിരുന്ന ഒരു ജനതയെ മിസ്രൈമി അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. 430 വർഷക്കാലത്തെ അടിമത്വം എന്ന് പറയുമ്പോൾ എത്രയോ തലമുറകളാണ് അടിമകളായിട്ട് മിസ്രൈമിൽ കഴിയുന്നത്. അവർ കഠിനമായ ജോലി ചെയ്യിച്ചവർ, ശാരീരികവും മാനസികവുമായി അവർ വലിയ പ്രയാസത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ആണ് അവരുടെ ജീവിതത്തിൽ മോശ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മോശ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുന്നതായിട്ട് നാം കാണുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞ് മോശ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ആ ജനതയെക്കുറിച്ച് ഉണ്ടായിരുന്നു. 430 വർഷക്കാലം അവർ അടിമത്തത്തിലായിരിക്കുമ്പോൾ, അവർ വേതനം ലഭിക്കാതെ ഏറെ പ്രയാസപ്പെടുമ്പോൾ, അവർക്ക് പാർക്കുവാൻ ഒരു സ്ഥലം അവരറിയാതെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഒരു രാത്രി കൊണ്ട്, ഒരു ദിവസം കൊണ്ടുണ്ടാകുകയില്ല. അപ്പോൾ ഈ കഷ്ടതയിലായിരിക്കുന്ന ജനത, ദൈവത്തിൻ്റെ സ്വന്തം ജനത, വേതനം ലഭിക്കാതെ ഏറ്റവും പീഡനത്തിലായിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി അവരറിയാതെ ദൈവം ഒരു നല്ല ദേശം അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. മല്ലന്മാരായ അധികായകന്മാരായ വ്യക്തികളെ കൊണ്ട് അവിടെ ഭവനങ്ങളും വൃക്ഷങ്ങളും അവർക്ക് വേണ്ടതൊക്കെയും സമൃദ്ധമായി ദൈവം കനാനിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനതയെ അറിയുന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുകയാണ്. 40 വർഷക്കാലം മോശ എന്ന വ്യക്തിയെ മരുഭൂമിയിൽ ഏറ്റവും സൗമ്യതയുടെ അവസ്ഥയിലേക്ക് മോശയെ ദൈവം രൂപപ്പെടുത്തുന്നതായിട്ട് നാം കാണുകയാണ്. ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ആടുകൾ
പല ഇനങ്ങളിൽപ്പെട്ട മുട്ടാടുകളും പെണ്ണാടുകളും കുഞ്ഞാടുകളൊക്കെയുമുണ്ട്. ഒരുപക്ഷെ അതിനെ ഒന്ന് അടിച്ചാൽ കൊല്ലപ്പെടുവാനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പോൾ ദേഷ്യം വന്ന് ആ ദേഷ്യത്തോടു കൂടി ആടുകളെ മേയ്ക്കുവാനായിട്ട് കഴിയില്ല. വളരെ സൗമ്യതയോടുകൂടി ഈ ആടുകളെ ചേർത്ത് നിർത്തണം. അങ്ങനെ ഒരു തൊഴിലിലേക്കാണ് ദൈവം മോശയെ അയക്കുന്നത്. മാത്രമല്ല, ഏറ്റവും സൗമ്യത എന്ന് പറയുമ്പോൾ അവിടെ അഹങ്കരിക്കുവാൻ മോശയ്ക്ക് ഒന്നുമില്ല. രാജകൊട്ടാരത്തിലായിരിക്കുമ്പോൾ മോശയ്ക്ക് അഹങ്കരിക്കുവാൻ പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ സൗമ്യതയിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. അത് ഏറ്റവും താഴ്ന്ന ഒരു നിലവാരമുള്ള ജോലിയായിരുന്നു ആട്ടിടയന്മാരുടെ ജോലി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മോശയെ ദൈവം രൂപപ്പെടുത്തി. അങ്ങനെയാണ് ഈ ജനതയെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, ആ ദൗത്യം ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം, 10 ബാധകൾ അയച്ച് ദൈവം ആരാണെന്ന് ഫറവോ ചോദിക്കുമ്പോൾ സത്യദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണമുള്ള ബാധകൾ ദൈവം അവിടെ അയച്ച് ഫറവോയ്ക്ക് അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ജനത, ഇസ്രായേൽ ജനതയ്ക്കും മോശ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ബോധ്യമാകുവാൻ തക്കവണ്ണം അതൊക്കെ മുഖാന്തരമായി തീർന്നു. തുടർന്നുള്ള യാത്രയിൽ മോശ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുകയാണ്. അവർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ചെങ്കടൽ മുമ്പിലാണ്, 2 സൈഡിലും പർവ്വതങ്ങളും, പിറകെ ഇവരെ അനുധാവനം ചെയ്യുന്ന ഫറവോയും അവൻ്റെ ശക്തമായ സൈന്യവും. മുമ്പോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ചെങ്കടൽ പിളർന്ന് മറുകരയിലേക്ക് ജനതയെ ദൈവം അയക്കുകയും അതോടൊപ്പം തന്നെ ഫറവോയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തി എന്നേക്കുമായിട്ട് നശിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു വലിയ അത്ഭുതം ദൈവം അവർക്ക് നൽകി. ആ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കി, ഓരോ വ്യക്തികളും അത് അനുഭവമാക്കി മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ തുടർന്നുള്ള യാത്രയിൽ പലപ്പോഴും അവരുടെ പ്രയാസങ്ങളിൽ അവർ പിറുപിറുക്കുന്നതായി, ദൈവത്തിനെതിരെ പരാതിപ്പെടുന്നതായി, മോശയ്ക്കെതിരെ പരാതിപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കനാനിലെത്തുന്നവരെയും കനാനിൻ്റെ പടിവാതിക്കലെത്തുന്നവരെയും അനുഗ്രഹങ്ങൾ ദൈവം നൽകുമ്പോഴും ആ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് അവർ മറന്നു പോവുകയാണ്. എന്നിട്ട് ദൈവത്തോട് പിറുപിറുക്കുന്ന, ദൈവത്തെ സംശയിക്കുന്ന, അവിശ്വാസം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കനാനിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ യോശുവയും കാലേബും ഒഴികെ 20 വയസ്സിന് മുകളിലുള്ളവരൊക്കെയും മരുഭൂമിയിൽ 40 വർഷം ഉലാത്തി അവിടെ അവർ മരിച്ചു പോകുന്നതായിട്ട് നാം കാണുകയാണ്. മോശയ്ക്കും പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ദൗത്യം, ദൈവത്തിൻ്റെ ദൗത്യം മറ്റൊരു വ്യക്തിയിലേക്ക് ദൈവം നൽകുകയാണ്. യോശുവ എന്ന ദൈവപുരുഷൻ, അല്ലെങ്കിൽ മോശയുടെ അനുഗാമിയായി, അല്ലെങ്കിൽ മോശയുടെ ശിഷ്യനായിട്ടുള്ള യോശുവയെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യോശുവയെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്? നമുക്കറിയാം, കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയതിൽ 12 തലവന്മാരിൽ 2 പേർ മാത്രം, യോശുവയും കാലേബും മാത്രമാണ് ഇത് നമുക്ക് സാധ്യമാകും എന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി ഒരു വലിയ സമൂഹം എല്ലാവരും ഇതിനെതിരെ പറയുമ്പോഴും അവർ 2 പേരും മാത്രം ഇത് സാധ്യമാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, മോശയുടെ ശിഷ്യനായിരിക്കുന്ന യോശുവയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 17-ന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യം നാം വായിക്കുകയാണ്. ദെഫേദീമിൽ വെച്ച് അമാലേക്യർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്യരോട് യുദ്ധം ചെയ്യുക. ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നാളെ കുന്നിൻമുകളിൽ നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് കൽപ്പിച്ചതനുസരിച്ച് യോശുവ അമാലേക്യരോട് പൊരുതി. മോശയും അഹ്റോനും ഹൂരും കുന്നിൻമുകളിൽ കയറി. മോശയുടെ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈകൾ താഴ്ന്നിരിക്കുമ്പോൾ അമാലേക്യർ ജയിക്കും. എന്നാൽ മോശയുടെ കൈകൾക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂരും ഒരുവൻ ഇപ്പുറത്തും ഒരുവൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ സന്ധ്യ വരെ അവൻ്റെ കൈകൾ ഉയർന്നു നിന്നു. യോശുവ അമാലേക്യരെയും അവൻ്റെ ജനത്തെയും വാൾ കൊണ്ട് തോൽപ്പിച്ചു. ഈ യാത്രയിൽ യോശുവ ഒരു യുദ്ധം നയിക്കുവാൻ തക്കവണ്ണം മോശ ചുമതല ഏൽപ്പിക്കുകയാണ്. അത് വലിയ വിശ്വാസത്തോടു കൂടി ആ ദൗത്യം യോശുവ ഏറ്റെടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ യോശുവയുടെ ജീവിതയാത്രയിൽ മോശ നൽകിയ പല ദൗത്യങ്ങളും യോശുവ അനുഗ്രഹമായിട്ട് അത് പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം മോശയോട് പറ്റി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ കാണുവാനും വിശ്വാസത്തിൽ വളരുവാനും യോശുവയ്ക്ക് സാധ്യമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം സംഖ്യാപുസ്തകം 14-ാം അധ്യായം 6ഉം 7ഉം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്. ദേശത്തെ പരിശോധന നടത്തിയവരിൽ
നൂൻ്റെ മകൻ യോശുവയും യെഫൂനയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് രഹസ്യമായി പരിശോധന നടത്തിയ ദേശം ഏറ്റവും നല്ല ദേശമാകുന്നു. 12 പേർ ഈ കനാൻ ദേശം നിരീക്ഷിച്ച് കടന്നു വരുവാൻ തൊക്കെ അയക്കുമ്പോൾ എല്ലാവരും കാണുന്നത് ഒരേ കാര്യമാണ്. മല്ലന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്, യാതൊരു സംശയമില്ല. അതോടൊപ്പം ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി, വളരെ വിളവുകൾ നൽകുന്ന വൃക്ഷങ്ങൾ, ഇതൊക്കെയും വന്നവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 2 പേരുടെയും ദർശനത്തിന് വലിയ മാറ്റമാണ്. 10 പേർ കണ്ടതുപോലെയല്ല ഈ 2 പേർ കാണുന്നത്. 10 പേർ ഇത് അസാധ്യമെന്ന് പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തുമ്പോൾ ഈ 2 പേർ പറയുകയാണ്, ഇത് ദൈവത്താൽ നമുക്ക് സാധ്യമാണ്, ദൈവം നമുക്കിത് നൽകിയിരിക്കുന്നു, ദൈവത്തിൽ നാം വിശ്വസിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ 2 വ്യക്തികൾക്കും, യോശുവയ്ക്കും കാലേബിനും ഉണ്ടാകുവാനുള്ള കാരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. സാഹചര്യങ്ങളെ നോക്കാതെ അവരെ നയിക്കുന്ന ദൈവം ശക്തനാണ് എന്നുള്ള വലിയ ബോധ്യം ഇവർക്ക് 2 പേർക്കുമുണ്ട്. ഈ യാത്രയിലുടനീളം ഈ വ്യക്തികളൊക്കെയും, അതായത് ഈ സമൂഹമൊക്കെയും കൂടാതെ മറ്റ് 10 നേതാക്കന്മാരൊക്കെയും അനേക അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർക്ക് വളരുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തെ അവരെ അവിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവരെ ആ ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ പോകുന്നതും യോശുവ ആ ദേശം കൈവശമാക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 24-ന്റെ 13-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു, മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ 10 കൽപ്പന വാങ്ങുവാൻ തൊക്കവണ്ണം ദൈവം മോശയോട് പറയുമ്പോൾ എന്താണ് നടക്കുന്നത്? അവിടെ നാം കാണുകയാണ് 12-ാമത്തെ വാക്യം. പിന്നെ യഹോവ മോശയോട്, നീ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കയറി വന്ന് അവിടെ ഇരിക്കുക, നീ അവരെ ഉപദേശിക്കേണ്ടത് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനവുമുള്ള കൽപ്പനകൾ ഞാൻ നിനക്ക് തരും എന്നരുളി ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മോശയോടൊപ്പം കടന്നു പോകുന്നത് യോശുവയാണ്. ഒരുപക്ഷെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും നാം അവിടെ വായിക്കുകയാണ്, അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു, മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിക്കുവാൻ അഹ്റോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശയോടൊപ്പം ആ പർവ്വതത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന യോശുവയെ നാം കാണും. അപ്പോൾ മോശയ്ക്ക് എപ്പോഴും കൈത്താങ്ങലായി നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് യോശുവയെ നാം അവിടെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ നയിക്കുവാൻ എപ്പോഴും ഒരു ആത്മീയ പിതാവ്, നമുക്ക് വഴികാട്ടിയായി ഒരു വ്യക്തി ഉണ്ടാകേണ്ട ആവശ്യകതയാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നമ്മളെക്കാൾ ആത്മീയമായി ദൈവത്തോട് കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ നമ്മെ നിർദ്ദേശിക്കുവാനും നമ്മെ വഴി നടത്തുവാനും സാധ്യമാണ്. കാരണം മോശയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം വളരെ വലുതാണ്. മോശ ഒരു പ്രവാചകനാണ്, യോശുവയെ അങ്ങനെ അല്ല നാം കാണുന്നത്. പക്ഷേ യോശുവയ്ക്ക് മോശയുമായിട്ടുള്ള വലിയ ബന്ധം അവൻ്റെ ആത്മീയ ജീവിതത്തെ വളരെയധികം അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ സഹായിച്ചു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. വീണ്ടും പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഒരുവൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന യുവാവോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. അപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചിരുന്ന ആ കൂടാരത്തിൽ എപ്പോഴും യോശുവ ഉണ്ടായിരുന്നു. നാം വായിക്കുകയാണ്, നൂൻ്റെ പുത്രനായ യോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. അപ്പോൾ ദൈവം ഇടപെടുന്നത്, മോശയോട് സംസാരിക്കുന്നത് മനസ്സിലാക്കിയ യോശുവ എപ്പോഴും തൻ്റെ ആത്മീയ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം എപ്പോഴും കേൾക്കുവാൻ ഉള്ളൊരാഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹപ്രദമായി മുമ്പോട്ട് നയിച്ചത് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി ലോകത്തുനിന്ന് നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. യോശുവയുടെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നാം സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകത്തിൻ്റെ 27-ാം അധ്യായം 15 മുതലുള്ള തിരുവചനത്തിൽ യോശുവ മോശയ്ക്ക് വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
നാം ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, സകല ജനത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കുവാൻ അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് പിമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുവരുവാനും അകത്തു കൊണ്ടുവരുവാനും തന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്. നൂൻ്റെ മകനായ എൻ്റെ ആത്മാവുള്ള പുരുഷനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലയാസറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കുക. അപ്പോൾ ഈ വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ യോശുവയെക്കുറിച്ച് ദൈവം പറയുകയാണ്, എൻ്റെ ആത്മാവുള്ള പുരുഷനായ യോശുവയെ വിളിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോയ യോശുവ ദൈവാത്മാവുള്ളൊരു പുരുഷനായി അപ്പോഴേക്കും തീർന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ദൗത്യം അവൻ ഏറ്റെടുക്കുന്നത്, ആ ദൗത്യം അവൻ തുടർന്ന് മുമ്പോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആവർത്തന പുസ്തകത്തിൻ്റെ 34 അധ്യായം 9 തിരുവചനം, നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. അപ്പോൾ ഒരു കൈവപ്പിലൂടെ ആ വലിയ അധികാരം മോശ യോശുവയ്ക്ക് നൽകുകയാണ്. ഒരു പിൻഗാമിയായിട്ട് അവനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അഭിഷേകം അല്ലെങ്കിൽ ഈ അനുഗ്രഹം അവന് കൊടുക്കുമ്പോൾ അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. അപ്പോൾ ഈ ജനതയെ നയിക്കുവാൻ ആവശ്യമാകുന്ന ജ്ഞാനം ആ കൈവപ്പിലൂടെ യോശുവയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യോശുവ ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും യോശുവയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും പ്രയാസങ്ങൾ യോശുവ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് യോശുവ അവിടെ ആ സന്ദർഭങ്ങളിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശുവയുടെ പുസ്തകം 10 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 14 തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടതനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. മോശയുടെ ജീവിത ഘട്ടത്തിൽ തന്നെ യോശുവ യുദ്ധം ചെയ്യുവാൻ ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു 12 മുതലുള്ള തിരുവചനം, യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗെദയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നിർത്തുന്ന ഒരു ആജ്ഞ യോശുവ കൊടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം യോശുവയിലൂടെ നമുക്ക് കാണുകയാണ്. മാത്രമല്ല അത് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമെത്തിയ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. ചരിത്രത്തിൽ ഒരിക്കൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണിത്. കണക്കുകൾ കൂട്ടുമ്പോൾ ഒരു ദിവസത്തിൻ്റെ കണക്ക് വ്യത്യാസം കാണുവാനായിട്ട് കഴിയും. കാരണം സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്ന, പകൽ 24 മണിക്കൂറും പകലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യോശുവയുടെ ആജ്ഞയനുസരിച്ച് സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അപ്പോൾ യോശുവയ്ക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം, സൂര്യനെയും ചന്ദ്രനെയും നിർത്തുവാൻ തക്കവണ്ണം ആജ്ഞ കൊടുക്കുവാനുള്ള ഒരു വലിയ വിശ്വാസം യോശുവയ്ക്കുണ്ട്. അങ്ങനെ യോശുവ തൻ്റെ ജീവിതയാത്ര തുടർന്ന് നമുക്കറിയാം, ചുമതല ഏൽപ്പിക്കുമ്പോൾ ആദ്യമായി നേരിടേണ്ടി വരുന്നത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ കടക്കുക എന്നുള്ള ദൗത്യമായിരുന്നു. എന്നാൽ വിശ്വാസത്തോടുകൂടി ദൈവം പറയുമ്പോൾ അത് അവനനുസരിച്ച് അതിനുള്ള ആജ്ഞ കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. തുടർന്ന് യെരിഹോ മതിൽ, അതിശക്തമാകുന്ന മതിൽ, അതെങ്ങനെ തകർക്കണമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി അവനത് 7 ദിവസം 6 ദിവസം ഓരോ പ്രാവശ്യവും 7-ാം ദിവസം 7 പ്രാവശ്യവും അതിനെ ചുറ്റി നടന്ന് കൈ തൊടാതെ ആ മതിൽ വീഴുന്ന ഒരു വലിയ സാഹചര്യം നാം അവിടെ വായിക്കുകയാണ്.
തുടർന്ന് ഏതാണ്ട് 31 രാജാക്കന്മാരെ തോൽപ്പിച്ചതിന് ശേഷമാണ് കനാനിലേക്ക് ഈ ജനതയുമായി യോശുവ കടന്നു ചെല്ലുന്നത്. എന്നിട്ടാണ് ആ ദേശം വിഭജിച്ച് 12 ഗോത്രങ്ങൾക്ക് കൊടുത്തതിന് ശേഷമാണ് യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ ആരാധിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ നാം വീണുപോകാതെ ആത്മീയ യാത്ര ഏറ്റവും അനുഗ്രഹമായി പൂർണ്ണമാക്കുവാൻ ദൈവത്തിൻ്റെ വചനം എത്രത്തോളം നമുക്ക് അതിന് സ്ഥാനം നൽകണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. യോശുവയുടെ ജീവിതം അനുഗ്രഹമായി തീർന്നത് യോശുവയുടെ പുസ്തകത്തിന് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിച്ചു, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരാ, അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിൻ്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും, നിനക്ക് ഉന്നത വിജയം ഉണ്ടാകും. അങ്ങനെ യോശുവ തൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു വിജയം ലഭിച്ചവനായി അവൻ്റെ ഈ ജീവിതം അവസാനിക്കുന്നതായിട്ട് നാമതിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മുമ്പോട്ട് പോകുവാൻ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ദൈവശബ്ദത്തിന് കാതോർത്ത് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.